മോർണിംഗ് ടാസ്കിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഐഡി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതെ, അങ്ങനെ മോർണിംഗ് ടാസ്കിൽ നിന്ന് ഒരു വലിയ അടി പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. എന്താണ് കാരണമെന്നല്ലേ? തെറ്റ് ചെയ്യുന്നവരെ കണ്ടെത്തുക, ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി. അത്തരം ഒരു ടാസ്ക് ആയിരുന്നു. അതായത് അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക, അതിൽ നിന്ന് തെറ്റ് ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടാൻ പറ്റുന്ന രീതി. ജസ്റ്റ് ടോക്ക് മാത്രം. അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു. ഇവിടെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന ജാസ്മിനെയും ജിൻഡോയും അപ്സരയാണ്. ഇവർ മൂന്നുപേരും നല്ല ഗെയിമേഴ്സ് തന്നെയാണ്. ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്, ജിൻഡോ ഓഫ് കോഴ്സ് നല്ലൊരു ഗെയിമറാണ്, അപ്സരയും നല്ലൊരു ഗെയിമറാണ്. ടോപ്പ് 5 എത്താൻ സാധ്യതയുള്ളവരാണ് ഇവർ മൂന്നുപേരും. ജാസ്മിൻ ഗബ്രി ആയിട്ടുള്ള ഈ കോംബോ ഒഴിച്ച് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വളരെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു കുട്ടി തന്നെയാണ് ജാസ്മിൻ. ജിൻഡോ ഓഫ് കോഴ്സ് കായികപരമായിട്ടും ഗെയിം പരമായിട്ടും ഒക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്, പവർ ടീമിൻ്റെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് നല്ലൊരു ഗെയിമർ തന്നെയാണ് ജിൻഡോ. അപ്സര ആദ്യത്തെ വീക്കിലൊക്കെ നല്ല രീതിയിലായിരുന്നു, നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു. ഇപ്പോൾ കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട്, എങ്കിലും അപ്സരയും നല്ലൊരു ഗെയിമറാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഹൗസിലുള്ളവർ എല്ലാവരും ചുറ്റും വളഞ്ഞാക്രമിക്കുന്നത് ഇവർ മൂന്നുപേരെയും. ജാസ്മിനെ കണ്ടെത്തുന്ന കൂടുതൽ പേരും ജാസ്മിനെ കണ്ടെത്തിയിരിക്കുന്ന കുറ്റം എന്താണെന്ന് വെച്ചാൽ വൃത്തിയില്ലായ്മ എന്നതാണ്. ശരിയാണ്, അന്ന് കോഫി തുമ്മിയിട്ട് കൊടുത്തത് ഒരു തെറ്റാണ്. ഹൈജീൻ അത് വളരെ പ്രധാനമാണ്. ഒരിക്കൽ ജാസ്മിൻ അത് അൻസിബ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, അത് മാറ്റി വെക്കേണ്ടതായിരുന്നു. ഒരിക്കലും ടേസ്റ്റ് കൂടുന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് ജാസ്മിൻ ചെയ്ത് തെറ്റാണ്. പിന്നെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ അങ്ങനെ അങ്ങ് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ഇപ്പം ജാസ്മിൻ അത് തുറന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളൊക്കെ അറിഞ്ഞത്. ഇങ്ങനെ പറയാത്തവരായിട്ട് എത്രയോ ആൾക്കാർ കാണും, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ് ജാസ്മിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ചായയുടെ കാര്യം പറയുമ്പോൾ അത് തെറ്റ് തന്നെയാണ്, അത് കുറ്റം പറയേണ്ടത് തന്നെയാണ്. ജിൻഡോ അപ്സരയുടെ കാര്യം പറയുകയാണെങ്കിൽ റാസ്കലിനെ വിളിച്ചെന്നത് പ്രയോഗം, അതാണ് ഒരു വലിയ തെറ്റായിട്ട് കാണുന്നത്. ഈ റാസ്കലിന് ആരെയാണ് വിളിച്ചത്? ആ വിളിച്ച വ്യക്തി അവിടെ എത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായി ആ ഷോയിൽ നിന്ന് പുറത്തുപോയി. എന്നിട്ടും ആ വ്യക്തിയെ വിളിച്ചു എന്ന പേരെടുത്ത് വീണ്ടും 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 അതേ ടോക്ക് തന്നെ ആവർത്തിക്കുന്നത് എന്തിനാണ്? എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതാണ്. പോയ കാര്യം പിന്നെയും പിന്നെയും എടുത്തിട്ട് ആ ഒരു കാര്യത്തിൻ്റെ ഒരു ഡയറക്റ്റ് നോമിനേഷൻ വരെ അപ്സരയ്ക്ക് കൊടുത്തു. അത് ശരിയായ ഒരു നടപടിയല്ല. അത് മാറ്റിപ്പിടിക്കേണ്ടത് തന്നെയാണ് ഇപ്പോഴും ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ്. ജിൻഡോയെ എല്ലാവരും ഓൾറെഡി കൂടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ജിൻഡോ നല്ലൊരു ഗെയിമറാണ്, അതുകൊണ്ട് തന്നെയാണ് ചുറ്റും എല്ലാവരും ഇട്ട് ടാർഗറ്റ് ചെയ്ത് പറയുന്നതും. അന്നേരം മോർണിംഗ് ടാസ്കിനിടയിൽ ജിൻഡോ പറഞ്ഞൊരു പ്രസ്താവന, അതായിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ ഒരു അത്രയും ലഹളയിലേക്ക് വഴിതെളിച്ചത്. എന്താണെന്ന് വെച്ചാൽ റസ്മിൻ വന്ന ഏരിയ ശരിയല്ല എന്ന് ജിൻഡോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ റസ്മിനിലുണ്ടാവാം എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ കാര്യം, അപ്സര വാഷ് ബേസിന് പല്ല് തേച്ചതിന് ശേഷം വാഷ് ബേസിനിലല്ല തുപ്പണത്, വേസ്റ്റ് ബാസ്ക്കറ്റിൽ. അത് അപ്സര സമ്മതിക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ ഓരോരുത്തരെയും എടുത്ത് പറയുന്നുണ്ട്. ആ പറഞ്ഞതെല്ലാം ഏകദേശം റസ്മിനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പറഞ്ഞത് ന്യായമായ കാര്യം തന്നെയാണ്, ശരിയായ കാര്യം തന്നെയാണ്. റസ്മിൻ്റെ ഭാഗത്തോട്ട് വന്നപ്പോൾ ജിൻഡോയ്ക്ക് പറ്റിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ഒരു ഏരിയ മൊത്തം ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഒരു നാടിനെ മൊത്തം അടച്ച് തെറ്റ് നമുക്ക് പറയാൻ കഴിയില്ല. ആ നാട്ടിൽ കുറച്ച് പേര് ഉണ്ടായിരിക്കും അങ്ങനെ ഒരു സ്വഭാവം ഉള്ളവർ. പക്ഷേ എല്ലാവരെയും കൂടി നമുക്ക് ഒരിക്കലും ഒരുമിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അത് ജിൻഡോ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. തനിക്കൊരു ദുരനുഭവം ഉണ്ടായി എന്ന് വെച്ചിട്ട് നമ്മൾ നാട് മൊത്തം അടച്ചാക്ഷേപിക്കുന്നത് ശരിയായ കാര്യമല്ല. ആ ഒരു കാര്യം പറഞ്ഞാൽ ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ ആ ഒരു പറഞ്ഞു എന്ന് വെച്ചിട്ട് റസ്മിൻ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യവും അവിടെ ഇല്ലായിരുന്നു. റസ്മിൻ അതിന് തൻ്റെ ഏരിയ പറഞ്ഞു, താൻ ആരാണ് പറയാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ വലിയ പെർഫോമൻസ്. അതായത് ഒരു കാരണം കിട്ടിയല്ലോ, ആ കണ്ടന്റിൽ കയറി ഒരു സ്ക്രീൻ സ്പേസ് വാങ്ങിക്കാം എന്നുള്ള രീതിയിലാണ് റസ്മിൻ ഇവിടെ ബിഹേവ് ചെയ്തത്. കുറച്ച് കരയുന്നു, കുറച്ച് നാടകം കളിക്കുന്നു, എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും, എൻ്റെ നാടിനെ പറഞ്ഞാൽ എൻ്റെ ഏരിയ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഒരു അൺവാണ്ടഡ് ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കൂടുതലായിട്ടും റസ്മിൻ്റെയും അർജുൻ്റെയും ഭാവം എന്താണെന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് ഫുൾ നെഗറ്റീവാണ് എന്നുള്ള ഒരു രീതിയിലാണ്. ആ ഒരു രീതി വെച്ചിട്ടാണ് അവരവിടെ ബിഹേവ് ചെയ്യുന്നതും കൂടുതലും. ഇവർ 3 പേരും അടങ്ങുന്ന ഒരു പവർ ടീമാണ്. ജിൻഡോയും റസ്മിനും അർജുനും അടങ്ങുന്ന പവർ ടീമാണ്. പക്ഷെ നമ്മൾ കാണുന്നത് റസ്മിനും അർജുനും ഒത്തു നിൽക്കുന്നതും ജിൻഡോയെ ഒരുപാട് തെറ്റുകാരനാക്കാൻ ശ്രമിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. അത് തെറ്റായൊരു കാര്യമാണ്. പവർ ടീം എന്ന് പറയുന്ന ടീമാണ്. 3 പേർക്കും ഒരേപോലെയുള്ള അവകാശവും ഒരേപോലെയുള്ള അധികാരവുമാണ്. പക്ഷേ ഇവിടെ ബാക്കി 2 പേരും കൂടി അവരുടെ അധികാരത്തിൽ നിന്ന് ജിൻഡോയ്ക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുക, ഇതൊന്നും ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഫണ്ണായിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കണം.
അല്ലാതെ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിനൊക്കെ അവിടെ ടീം ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരാളെ പണിഷ്മെൻറ്റിൻ്റെ പേരിൽ അവിടെ ബാക്കിയുള്ളവരുടെ ജോലിയെ കൂടിയാണ് അതൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അത്തരം പണിഷ്മെൻറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവർ അർജുനും റസ്മിനും കൂടെ കൂടിയിട്ട് ജിൻഡോയ്ക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ജിൻഡോയേക്കാൾ എന്ത് അധികാരമാണ് ഇവർക്ക് കൂടുതലുള്ളത്? ഇവർ രണ്ടുപേരെയും പോലെ തന്നെ അധികാരമുള്ള ആൾ തന്നെയാണ് ജിൻഡോയും. പക്ഷേ ഇവിടെ അവർ രണ്ടുപേരും ഭയങ്കര അധികാരം കാണിക്കുന്നു ആ പോലൊരു ഫീലിംഗ് എനിക്ക് തോന്നി. അതിനിടയിൽ ഒരുപാട് എന്താ റസ്മിൻ അവിടെ ഇരുന്ന് ആ ഒരു പ്രശ്നത്തിന് അവിടെ ഇരുന്ന വേസ്റ്റ് എല്ലാം എടുത്ത് ഫ്ലോറിൽ മൊത്തം വലിച്ചെറിയുകയും ഒക്കെ ചെയ്തു. അതൊക്കെ ശരിക്കും എന്തിനാണ് ആ ഒരു അൺവാണ്ടഡ് ഡ്രാമ പോലെയാണ് തോന്നിയത്. ഒരു കാര്യം പറഞ്ഞു എന്ന് വെച്ചിട്ട് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഇങ്ങനെയാണ് ഒരാൾ ബിഹേവ് ചെയ്യുന്നത്. റസ്മിൻ അല്ലെങ്കിൽ ഒരിത്തിരി അഹങ്കാരം അല്ലെങ്കിൽ ഇച്ചിരി കൂടുതൽ തന്നെയാണ്, ഓവർ ഷോ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ലാലേട്ടൻ്റെ മുന്നിൽ തന്നെയാണ് 24/7 ലാലേട്ടൻ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ഒരു ഓവർ ഷോയാണ്. എല്ലാ കാര്യവും തനിക്കൊരു സ്പേസ് വേണം, അല്ലെ തന്നെ മറ്റുള്ളവർ പുറത്തോട്ട് കാണുമ്പോൾ താൻ ഭയങ്കര ആ ഒരു രീതി കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ശരിക്കും ഓവർ ഷോ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വെറുപ്പ് തോന്നുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള ഈ ഓവർ ഷോകൾ കാണുമ്പോൾ വല്ലാത്തൊരു അരോചകം തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ജിൻഡോയെ കൂടുതലും ടാർഗറ്റ് ചെയ്യാൻ ഇവിടെ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. നല്ല നല്ല പ്ലെയേഴ്സ് എല്ലാം ഫിസിക്കൽ അസോർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും ഒക്കെ ആയിട്ട് തനിയെ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട് മൊത്തം ഒരുമിച്ച് ആക്രമിക്കാൻ വരുമ്പോൾ ഒരുപക്ഷെ ആ ഒരു വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ലൊരു ഗെയിമർ പുറത്തു പോകാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഏതായാലും ഇതൊക്കെ അതിജീവിച്ച് ജിൻഡോ നിൽക്കുമോ? പുതിയൊരു വൈൽഡ് കാർഡ് വരണം, വൈൽഡ് കാർഡ് വന്ന് കളികൾ വളരെയധികം വ്യത്യസ്തമാക്കണം. എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ സൈനിങ് ഓഫ്.